വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫേസ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് കുറച്ച് നാളായിട്ട് പറയണു, ഹെലനെ എനിക്ക് ഫേസിൻ്റെ ഫാറ്റ് കുറയ്ക്കണം, അതിന് എന്താ ചെയ്യാൻ പറ്റാന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് പറയുന്നതാണ് നമുക്കെന്താ ഫേസ് യോഗ ചെയ്യാന്ന്. എൻ്റെ മുഖം ഓൾറെഡി കുഞ്ഞു മുഖമാണ്, ഇത് ഫേസ് യോഗ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ എനിക്ക് അത്യാവശ്യം ഇച്ചിരി ഫാറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫേസ് യോഗ ഒരു യൂട്യൂബിലെ വീഡിയോ നോക്കിയിട്ട് ചെയ്ത് നോക്കാൻ പോവാണ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ എങ്ങനെ ചെയ്യും ഏതാണെന്നൊന്നും അറിയില്ല. സോ ഞങ്ങൾ ചെയ്യണ ആ ഒരു സീനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പം നമ്മുടെ യൂട്യൂബിലെ വീഡിയോ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം പറയുന്നത് ആദ്യം നമ്മൾ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം വെച്ചിട്ട് നമ്മൾ തേക്കണം. അപ്പോഴാണല്ലോ നമുക്ക് മസാജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവുക. അപ്പോൾ നമ്മുടെ പൊതുവേ നോക്കുമ്പോൾ ഡ്രൈ സ്കിന്നാണ്, അമ്മയുടെ മുഖം കുറച്ച് ഓയിലിയാണ്, എൻ്റെ പക്ക ഡ്രൈ സ്കിന്നാണ്. അപ്പം നമുക്ക് ഇപ്പോഴും ഓക്കെ ആയിട്ടുള്ളത് സെറ്റാഫിലിൻ്റെ ക്രീമാണ്. അപ്പോൾ സെറ്റാഫിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓയിലിനേക്കാളും. ഓക്കെ, അപ്പോൾ സെറ്റാഫിലിൻ്റെ ക്രീം നമുക്ക് അതിൻ്റെ തേക്കാം. എടുത്തോ. സെറ്റാഫിലിൻ്റെ ക്രീം കാണുമ്പോൾ റിച്ചാന്നൊന്നും വിചാരിക്കരുത്. മറ്റേത് നമ്മൾ കുഞ്ഞ് സാധനങ്ങൾ ചെറിയ വില കുറവിൻ്റെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ അത് നമുക്ക് കുറച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അപ്പോഴേക്കും അത് തീരും. അപ്പോൾ ഇതാവുമ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ഗ്ലാസ് വരാണ്ട ഗൈസ്. മോയ്സ്ചറൈസിങ് ക്രീം നമ്മളിങ്ങനെ ക്രീം നമ്മളെപ്പോഴും ഇങ്ങനെ ആക്കണം. പക്ഷേ ഒട്ടുമിക്ക എല്ലാവരും അമ്മയായാലും ഞാനായാലും ചെയ്തുകൊണ്ടിരിക്കുക കയ്യിൽ തന്നെ കൂട്ടി തിരുമ്പും. അപ്പോൾ എന്തുണ്ടാവുക, കുറേ ക്രീം കയ്യിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അമ്മയ്ക്ക് ഒരു കമ്പനി കൊടുക്കണേ കേട്ടോ. ദൈവമേ, ആദ്യമായിട്ട് ചെയ്യാൻ പോണതാ, എന്താവുമോ എന്തോ. ഏറ്റാ ഇങ്ങനെ ഇങ്ങനെ ആക്ക്, ഫുള്ളാക്ക്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ചെവിയിൽ പോട്ടെ, ചെവിയിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് തുടങ്ങാട്ടാ. നോക്കട്ടെ ഇതിനകത്ത് എന്താ പറയണേന്ന്. ഇവരുടെ ഓഡിയോ കേൾപ്പിച്ച് കഴിഞ്ഞാൽ വല്ല കോപ്പിറൈറ്റ് കിട്ടിയാലോ, അത് കാരണം ഞാൻ ഓഡിയോ കേൾപ്പിക്കാത്തത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ, ഞാൻ ഇവിടെ വെക്കട്ടെ, അപ്പോൾ അമ്മയ്ക്ക് കാണുള്ളൂ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പറയുന്നത് കോമഡി ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോ, ഫേസ് യോഗേനേക്കാളും. ഇങ്ങനെ 10 വട്ടം ചെയ്തോ. ഞാൻ അമ്മേനെ ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ കൂടുതലായിട്ടുള്ളൊരു ലക്ഷ്യം. ഇത് ബാക്കിയുള്ള അമ്മമാർക്ക് ഒരു പ്രചോദനമാവട്ടെ, പിള്ളേർക്ക് അമ്മമാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. 10 വട്ടം എന്നാണ് പറഞ്ഞത്, ഇപ്പം എത്ര വട്ടം ആയോ എന്തോ. ഓക്കെ, അത് കഴിഞ്ഞു. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ അമ്മ ഇത്തിരി ഇറങ്ങിയിരുന്നേ, അല്ലെങ്കിൽ കാണില്ല. പത്ത് വട്ടം ചെയ്യണോന്നൊന്നും അറിയില്ല. ഓക്കെ, മതി. ഇനി അടുത്ത സെക്ഷൻ. ഇനി നമ്മൾ പിരികില്ലേ, പിരികൻ നമ്മളിങ്ങനെ ചെയ്യണം. ശരിക്കും ഇതല്ല ഇപ്പം ആ വീഡിയോയിലുള്ള ആളായാലും പറയുന്നത്, ശരിക്കും ഫേസ് യോഗ ചെയ്യാൻ ഒരു സിസ്റ്റം ഇങ്ങനെ തുടങ്ങണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ആ പകരം ആൾ ചെയ്യുന്നത് പറയുന്നത് എന്താ, ഇത് ആൾക്ക് എഫക്റ്റീവായി അപ്പോൾ ആ രീതിക്ക് ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്, അപ്പോൾ അത് കാരണം ഞാനതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെയ്താ അമ്മ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കണേ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് കണ്ണിൻ്റെ ആട്ടാ. കണ്ണടയ്ക്കണല്ലേ, കണ്ണടച്ച് പിടിച്ചിട്ട് ചെയ്യണം. ഇങ്ങനെ. ദൈവമേ, ഇത് കണ്ണടച്ച് കഴിഞ്ഞാൽ അടുത്തത് എപ്പോഴും നിർത്തണേന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ കണ്ണടച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യണം. ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, എത്ര തവണയാ കഴിഞ്ഞു, അത് മതി, നിർത്തിക്കോ. ഇനി അടുത്തത് ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്യില്ലായിരുന്നോ, 2 ഫിംഗർ വെച്ചിട്ട്. എനിക്കിത് വലിയ ധാരണയില്ല. അതെങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ചെയ്യുക. ഞാൻ വെറുതെ ഉടായിപ്പായത്. ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് എടുക്കുക. അമ്മ അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല. അമ്മ ഇത്തിരി ഉറക്കന വർത്താനം പറഞ്ഞല്ലേ കേൾക്കില്ല കേട്ടോ. എൻ്റെ ഒച്ചയും കുറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര തവണയാണ് അറിയില്ല, മതിയെന്ന് തോന്നുന്നു. കഴിഞ്ഞു. കണ്ണിൻ്റെ താഴെ നമ്മൾ ചെയ്യണം. വലിച്ചു പിടിച്ച് കണ്ണിൻ്റെ ആളെ വലിച്ചിങ്ങനെ വിടുക, കണ്ണിൻ്റെ ഈ അറ്റം വരെ. അമ്മ മുഖം പൊക്കി പിടിച്ചേ. ഇങ്ങനെയാണോ ദൈവമേ? നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉള്ളവർ പറഞ്ഞത് കേട്ടോ.
ഇങ്ങനെ നമ്മൾ നീട്ടി ഇവിടെ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഈ ഭാഗം ഇവിടെ ഒരു എല്ലില്ലേ, ഈ എല്ലിനോട് ചേർത്ത് നമ്മൾ ചെയ്യണം. നമ്മള് ഈ ചെവിയിലേക്ക് എത്തിക്കണം. എല്ലിനോട് ചേർത്ത് ചെവിയിലേക്ക് വലിക്കണം. ആ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ച എല്ലിനോട് ചേർത്ത് ചെവിയിലേക്ക് വലിക്കുക. മുറുക്കി ചെയ്യണം കേട്ടാ. എല്ലൊക്കെ പറഞ്ഞു പോരുന്നു. ഫേസിന്റെ വണ്ണം കുറയ്ക്കാനായിട്ട് ഡെയിലി ഇത് ചെയ്താല് ഇത് നല്ല ഭംഗിയായി കിട്ടും. ഇത് അമ്മേനെ കൊണ്ട് ഞാൻ അടുപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളോട് ഇതിന്റെ റിവ്യൂ പറയാട്ടോ. അടുത്ത സെക്ഷൻ പറയുന്നത് നമ്മളിവിടെ ഇങ്ങനെ ഈ എല്ലുമ്മ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വലിച്ചു വിടണം ചെവി വരെ. ഈ എല്ലിനോട് അടുത്ത ഈ താടിയെല്ലില്ലേ അതിനോട് വലിച്ചു വിടുക എന്നാണ് പറയണേ കേട്ടോ. ചെവിയിലേക്ക് ഇങ്ങനെ ചെയ്ത് വിടണം. ഇത് ഒരുമിച്ച് ചെയ്യാൻ പറയുന്നത് നോക്കട്ടെ. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിച്ചു വിടണം. എനിക്ക് കാണാൻ വേണ്ടിട്ടാ ഞാൻ ഈ ഓട്ടക്കണ്ണിട്ട് നോക്കണേ. ആ സൈഡ് തന്നെയാ മാറി. എത്ര തവണയാ അറിയില്ല. അവര് നിർത്തുമ്പോ നമുക്ക് നിർത്താം. ഓക്കെ. ഒരു സൈഡ് തന്നെ ചെയ്യണം. എല്ലിട്ടാ കഴിഞ്ഞു. എൻ്റെ അമ്മേ കഴിഞ്ഞില്ലായിരുന്നു. ഒരു സൈഡ് തന്നെ കുറേ ചെയ്യണമെന്ന് കൊണ്ടിട്ട് ഈ എല്ലിൻ്റെ ഭാഗം ജോലയും വരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് കുറച്ചധികം ഉണ്ട് അല്ലേ? ഓക്കെ, നിർത്തി ഇടയ്ക്കിടയ്ക്ക് പോസ് എടുത്തിട്ട് ചെയ്യുക. ചിരിച്ച് പിടിച്ചോട്ടെ മുഖം ഇത്തിരി. ചിരിച്ച് പിടിക്കണമെന്നില്ല. അയ്യോ വീണ്ടും ചെയ്യണം. ഉമ്മയുടെ കൈ കഴിച്ചത് വായ അടച്ച് ചിരിക്കാണ്ട്. അയ്യോ എൻ്റെ വ്യത്യാസം ഉണ്ടമ്മേ. ഇവിടെ വീറുമതി ഇവിടെ ഇത്തിരി കുറഞ്ഞ പോലെ. ഓക്കെ, ഇനി ഇപ്പുറം ചെയ്യണമായിരിക്കും. ഈ സൈഡ് ചെയ്യണമായിരിക്കും. പിടിച്ചോ ഇനി ഇപ്പുറത്തെ സൈഡ്. ഇതുപോലെ താടിയിൽ ചേർത്ത് വീണ്ടും ചെവിയുടെ ഭാഗത്തേക്ക് വിടും. ചിരിക്കല്ലേ, മുഖം ചുണ്ടടച്ചു പിടിക്കും. ഇവിടെ വേഗം ചെയ്താൽ മാത്രം സ്ലോവാക്കേണ്ട ആവശ്യമില്ല. 1 കണ്ട 2 3 4 5. അപ്പം അമ്മ ഭയങ്കര സ്പീഡായി. 5 6. അയ്യോ എൻ്റെ കൈ കഴിക്കണേ. 7 ഇത് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നത്. 9 10. മുഖം ഇങ്ങനെ പിടിച്ച് ചെയ്യരുത് കേട്ടോ. നേരെ പിടിച്ചാണ് ചെയ്തേ. അടുത്ത നമ്മൾ റെസ്റ്റ്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് നമ്മളിനി ഇതിങ്ങനെ കണ്ട ഈ സൈഡ് അടിത്താടിയിൽ നിന്ന് ചെവിയിലേക്ക് ഇങ്ങനെ ചെയ്യണം.
ഇങ്ങനെ ഞാൻ ഈ സൈഡ് ചെയ്യണം, അമ്മ ആ സൈഡ്. ഏത് സൈഡാണെങ്കിലും കുഴപ്പമില്ല എനിക്ക്. റൈറ്റ് സൈഡ് ആണ് അതിൽ കാണിക്കുന്നത്. ആണോ? ഞാൻ ലെഫ്റ്റ് ചെയ്തു. കുഴപ്പമില്ല, ഏത് അതിൽ രണ്ട് സൈഡും ചെയ്യണം. ഇനി ഇപ്പുറത്തെ സൈഡമ്മേ. ഫിനിഷ് കഴിഞ്ഞു. നമുക്ക് ഈ ഭാഗം ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? എന്തോ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു, നോക്കട്ടെ. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ എല്ലിനിട്ടാ, എല്ല് വേണേ, എല്ല് വേണം. മുഖം പൊക്കി. എല്ലിനെയാണോ? ആ, എല്ലിനെ വരച്ചു വിട്. ഇനി നമ്മൾ കത്രിക വെച്ചിട്ട് അരിയണ പോലെ നമ്മൾ ചെയ്യണം. ഇതിങ്ങനെ 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 നോക്കി, ഇങ്ങനെ 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 രണ്ട് വെല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും മുറുക്കിയാന്ന് ഓർത്താൽ മതി. അങ്ങോട്ട് ഇടും കേട്ടോ. സൈഡ് ചെരിച്ച് പിടിച്ചിട്ട് ചെയ്യും. സൈഡ് ചെരിച്ച് പിടിക്കുമ്പോൾ അങ്ങനെയല്ലടാ, ഇങ്ങനെ ചെരിച്ച് പിടിക്കുക. കഴുത്ത് നേരേക്ക് പിടിക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിവ് വരണം എന്ന് പറഞ്ഞാൽ തൊലി ഇങ്ങനെ താഴ്ന്നു നിൽക്കരുത്. അങ്ങനെ ചെയ്യുക. ഒരു സൈഡ് ഇങ്ങനെ ചെയ്യണം. അതുപോലെ രണ്ട് സൈഡും ചെയ്യണം. രണ്ട് സൈഡും എത്തിയായിരുന്നു. അയ്യോ, എൻ്റെ നെഗാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടുള്ളത്. നമ്മൾ വിചാരിച്ചപ്പോൾ ഇത് അത്ര എളുപ്പമല്ല കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, മതി. സൈഡ് തിരിച്ചാണോ ചെയ്തേ? എന്നെ നോക്കിയോട്ട് ചെയ്യണ്ടേ? അടുത്ത നമ്മൾ പ്രഷർ പോയിന്റ് ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ ഇവിടെ ആദ്യം ചെയ്യും. വായ അടച്ചു വയ്ക്കും. ഇവിടെ ദൈവമേ, നിങ്ങൾ ചെയ്യണതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അതെ. അടുത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടം വരെ എത്തിക്കണം. ഇതിങ്ങനെ വിൽക്കുക. അമ്മ ഇതിൽ നോക്കി ചെയ്തേ, വീഡിയോയിൽ നോക്കി ചെയ്തേ. കണ്ട വീഡിയോയിൽ നോക്കിയായിരുന്നോ? ചെവി വരെയല്ലേ കൊണ്ടുപോകുന്നേ? ചെവിന്നല്ല, ഈ നെറ്റിയുടെ ഇവിടേക്കാണ് അവർ കൊണ്ടുവരുന്നത്. ഈ വിരല് നെറ്റി, ആ വിരല് നിർത്തി പിടിക്കാമേ. അമ്മ ഈ വിരല് ഇങ്ങനെ പിടിക്കണ്ട, നിവർത്തി പിടിക്കണ്ട കേട്ടോ. മുഷ്ടി പിടിക്കണ പോലെ. എന്നിട്ട് ഇങ്ങനെ ചുണ്ടിന്റെ അവിടെ നിന്നാണോ വലിക്കുന്നത്? ചുണ്ടിന്റെ ആ എല്ലിനെ ബേസ് ചെയ്തിട്ട് ആ എല്ലിൽ കൂടെ ഈ കൈ പോകണം. ഈ എല്ലില്ലേ നമുക്ക് ഇവിടെ, അത് വരാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെ താഴെയും ചെയ്യുക. താടിക്ക് താഴെ നമുക്കൊക്കെ ഡബിൾ ചിഹ്നം ഉണ്ടാവും. താടിക്ക് താഴെ ചുരുട്ടിപ്പിടിച്ച്. ഓക്കെ. പിന്നെ ചെവി മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഞാനാണെങ്കിൽ കമ്മൽ വരാൻ മറന്നുപോയി. എന്നാൽ ചെവി മസാജ് ചെയ്യും. ചെവി നമ്മൾ മസാജ് ചെയ്യണം. ചെവി വെറുതെ നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കില്ല. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഇത് കുറയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് റൂഫിന് കിസ് കൊടുക്കുക. 30 സെക്കൻഡ് ഇങ്ങനെ പിടിക്കണം. ഓക്കെ ആയോ? 30 സെക്കൻഡ് ആയോ? ഇല്ല.
ഇവിടെ വലിച്ചൊരു വന്ന് കിട്ടാനാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കിട്ട് കാണിച്ചപ്പോ പൂര ചിരിയായിരുന്നു. ഇപ്പൊ ചാടിരുന്നതാ. ഓക്കെ 30 സെക്കൻഡ് ആയില്ലല്ലോ. ഹെലൻ ഇതിന് മുന്നേ ചിരി പൊട്ടിയിട്ട് ഹെലന് അത് ചെയ്യാൻ ഇത് പറ്റുന്നുണ്ടായിരുന്നില്ല. പിടിച്ചോ 30 സെക്കൻഡിൽ എത്ര നേരം പിടിച്ചോന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ചെയ്തോ. മതിയാവും. ഇനി സൈഡിലേക്ക് ഇതുപോലെ തന്നെ. അതെത്ര സമയമാണെന്ന് കഴിഞ്ഞു മതി. നീ കണ്ണിന്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. ഓക്കെ, ഇഷ്ടംപോലെ ഫേസ് യോഗൻ്റെ വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ നല്ലോണം കണ്ടിട്ടൊക്കെ ചെയ്യുക. ഞങ്ങളിപ്പോൾ തന്നെ അത് വാച്ച് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത്. കുറച്ചും കൂടെ കോമഡി ആവുമെന്ന് വിചാരിച്ചേ. ഈ വീഡിയോ ഓണാക്കണമെങ്കിൽ കുറച്ചുകൂടെ കോമഡി ആയിരുന്നു. ഇപ്പം അമ്മ അങ്ങനെ സ്തംഭിച്ച പാവമാണ് വിചാരിച്ചത്. അല്ല, വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിരിയായിരുന്നു ഇതിൽ ഓരോ ഇത് കണ്ടിട്ട്. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ ചിരിയൊക്കെ പോയി. അതന്നെയല്ല, ചെയ്തു തുടങ്ങിയപ്പോൾ ചിരി പോലെ. ഞങ്ങൾക്ക് വീഡിയോ ഓണാക്കി ഞങ്ങൾ ശരി ഞങ്ങൾക്ക് അങ്ങ് പോകും. അപ്പം അങ്ങനെ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.